ഇന്ന് ഫെബ്രുവരി 16. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു വിശേഷ ദിവസമാണ്. എന്താണെന്ന് അറിയാമോ? നമ്മളുടെ വ്യൂവേഴ്സിലെ നമ്മുടെ സുലുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ശരിക്കും ഇന്നലെ പോലാണ് തോന്നാട്ടാ. നമ്മള് ഓരോ മക്കളുടെ ആ ഒരു ജനിച്ച ദിവസം ആകുമ്പോഴേക്ക്, അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുമെന്ന് ചോദിച്ചാൽ ഓർക്കും. പക്ഷെ നമ്മൾ എന്നാലും ആ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ആ പഴയ ആ സമയങ്ങളിലേക്കൊക്കെ പോകും അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് സുലുവിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ഞങ്ങൾ സൗദിയിലായിരുന്നു. അപ്പം സുലുവിനെ ഞാൻ ഡെലിവറി ആയിട്ട് ഇപ്പൊ നിസാറിക്കൊക്കെ ഈ ജോലിയും തിരക്കും അങ്ങനെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ അന്ന് മൊബൈൽ ഫോൺ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ടൈം കൂടിയായിരുന്നു അല്ലേ. അപ്പൊ ഞാനെന്ത് ചെയ്യുന്നു, ഡെലിവറി അപ്പം അവിടുത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റലായിരുന്നു ദമാമില്. ഡെലിവറി കഴിഞ്ഞപ്പോഴേക്ക് അവര് പറഞ്ഞ ആൺകുഞ്ഞാണ്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഓഫീസിൽ വിളിച്ചിട്ട് സെക്രട്ടറി ഫോൺ എടുക്കും, എന്നിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യണത് കേട്ടാ. അപ്പൊ സെക്രട്ടറി ജോണായിരുന്നു. ഫോൺ എടുത്തിട്ട് പറഞ്ഞ് നിസാർ ബായി ഇല്ലല്ലോ, നിസാർ ബായി പുറത്തു പോയിരിക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജോണിന്റെ അടുത്ത് പറഞ്ഞു, അതെ നിസാർക്ക വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ ഡെലിവറി ആയി, ആൺകുഞ്ഞാണ്. അപ്പൊ അത് ഭയങ്കര അവിടത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ആശുപത്രിയിൽ ഒരു 10-15 പേരെങ്കിലും കാണും അല്ലേ. അതെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്റെ ഈ ഓരോ ഡെലിവറി, ഇപ്പൊ സലൂന്റെ ഡെലിവറിക്കും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡെലിവറി മാത്രമല്ല ഗൾഫുകാരെ ജീവിത അന്നത്തെ സമയമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോഴും നമുക്ക് തോന്നുമ്പോ ഒന്നും തോന്നില്ല. ഇപ്പം കയ്യിലിരുന്ന് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭർത്താവിനെ കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടും. അങ്ങനത്തെ ഇപ്പോഴത്തെ കാലഘട്ടവും അന്നത്തതുമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നെക്കാളും കൂടുതൽ കഥ പറയാൻ കാണും ഇതിനൊക്കെ മുൻപിൽ പോയിട്ടുള്ളത്. അതല്ലേ സമയം നമ്മൾ ഈ ഗൾഫുകാരെ കഥയെന്ന് പറഞ്ഞാൽ നമ്മള് പട്ടാളക്കാരൊക്കെ പറയത്തില്ലേ, അതേപോലെ ആൾക്കാരെ ബോറടിപ്പിക്കുന്ന കഥകളായിരിക്കില്ല. പക്ഷെ എല്ലാ ജീവിത കഥകളാണ്. ഞാൻ പല വീഡിയോയിൽ പല സമയത്തായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞാൽ തീരത്തില്ല. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പൊ നമ്മളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് ഞങ്ങളെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ തന്നെ തോന്നുന്നത്. അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സുൽത്താന്റെ ബർത്ത്ഡേ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് വേറെ കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സുൽത്താനും ബാക്കിയുള്ള മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ഈ നിസാർക്കയുടെയൊക്കെ ഈ പറഞ്ഞ എന്ത് എക്സ് കഥകൾ എന്ന് പറയാം. കേൾക്കട്ടെ, നിങ്ങൾ കേട്ടേ നിങ്ങൾ ബോറടി. കാരണം അത് ചിലപ്പം ഈ പഴയ ആൾക്കാർക്കൊക്കെ, പഴയ ഗൾഫിൽ പോയവർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അത് കഥ പറയുവാണെങ്കിൽ പറയുന്നത് അയ്യേ ഇത് പട്ടാളക്കാര് പണ്ട് കാശ്മീരിൽ പോയ കഥ. അല്ലല്ല, കഥകൾ വേണം എന്നുള്ളവര് നിസാർക്കയുടെ കഥകൾ വേണം എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ അറിയാലോ എത്ര പേരിങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ള. ഞങ്ങള് 30 വർഷം ബാക്കിലോട്ട് പോയ അന്നത്തെ കാലം നിങ്ങൾക്ക് എങ്ങനെ ഓർക്കാൻ പറ്റും? ഇപ്പോഴത്തെ പിള്ളേർക്ക് 30 വയസ്സായിട്ടില്ല. അതുകൊണ്ട് അത് പറഞ്ഞൊരു കാര്യം ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മളുടെ ലാസ്റ്റ് ഒന്നും കൂടി പറയാണ്, നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. നമ്മുടെ സുൽത്താന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിശേഷപ്പെട്ട വീഡിയോയിലേക്ക് പോവാം. കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇപ്പോഴാണ് അതിൻ്റെതായ സമയമൊക്കെ ഒത്തു വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അങ്ങനെ പിന്നെ ഇതേ ലഗേജ് എല്ലാം പാക്ക് ചെയ്തു. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ, ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ്. അപ്പം സാറൊക്കെ ലഗേജ് എല്ലാം കൊണ്ടുവച്ചു. അങ്ങനെ ഇപ്പം ഫാബി മോളും സന മോളും നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ശരിക്കും സനമോളുടെ ആദ്യത്തെ ഒരു ലോങ് യാത്ര എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഊഹിക്കാമോ ഇവരെവിടേക്കാണ് പോകുന്നതെന്ന്? എനിക്ക് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമന്റ് ചെയ്യണ്ട, ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സനമോൾ ഭയങ്കര അന്തം വിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കണേ. പാവം കുഞ്ഞിന് എന്താണ് കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സന്ന ബേബിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര.
ഇൻഷാല്ലാ. നല്ല ഉടുപ്പ്. ഇത് റിച്ചുക്കൊച്ച വാങ്ങിച്ചിരുന്ന ഉടുപ്പ് അല്ലേ മോളെ? മുത്തുമണി വലിയ കുട്ടിയായ വലിയ ഉടുപ്പ്. ഇപ്പൊ വലിയ കുട്ടിയായി. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോവുകയേ ചെയ്യരുത്. എൻ്റെ ഒരു നിസാർക്കയുടെയൊക്കെ അഭിപ്രായം അതാണ് കേട്ടാ. അല്ലാതെ നമ്മൾ ഇപ്പൊ കുഞ്ഞൊന്ന് വളരട്ടെ എന്ന് വിചാരിച്ച് ഇരുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു യാത്ര ഇച്ചിരി വൈകിപ്പോയത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മളെയൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ 3 മക്കളുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അല്ലാതെ നമുക്ക് അവിടെ ലീവ് കിട്ടത്തില്ല, അതങ്ങനെയാണ് എന്നൊന്നും പറയരുത്. ലീവും ജോലിയൊക്കെ പിന്നത്തെ കാര്യം, ഫാമിലിയിലെ ആദ്യം. അങ്ങനെ ഇതേ എയർപോർട്ട് എത്തി ഇപ്പൊ ഇതേ ലഗേജൊക്കെ ഒന്ന് എടുത്ത് വെളിയിലേക്ക് വെക്കാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സനമോള ഇങ്ങനെ പിരിഞ്ഞു പോകുന്നോണ്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടാ. കാരണം ഇത്രയും ദിവസം നിന്നിട്ട് അവളിങ്ങനെ നോക്കണേ. സത്യം സനമോളുണ്ടല്ലോ, ഞാനും കൂടെ പോന്നൂന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കുകയാണ്. സലാം. ടാറ്റാ. അപ്പൊ എനിക്കാണെങ്കിൽ ഇതാ മോളാണെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തേയില്ല കേട്ടോ. എനിക്കത് എത്ര ഉമ്മ കൊടുത്തിട്ട് മതി വരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും താമസിക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് പോയി ചെക്കിങ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോവാണ്. പോകുമ്പോഴേക്ക് സത്യം ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഹജ്ജിന് പോയ ആ സമയം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വരെ നമ്മൾ സനമോളെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. ശരിക്കും നിസാർക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണേ. എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷമങ്ങളാണെങ്കിൽ അത് പുറത്ത് പ്രകടമാവും കേട്ടോ. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, അധികം തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞുകൊണ്ട് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിനാണ്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞല്ലേ സനു, നമ്മളിനി നമ്മൾ മുകളിലേക്ക് നമ്മൾ പോവാണ്. സബ്വേ പൂട്ടിയോ? പക്ഷേ സനമോൾ അപ്പോഴത്തേക്ക് ഉറങ്ങി. സനമോൾ ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് നമ്മളെ കയറ്റി വിട്ടു. പക്ഷെ ഇതൊന്നും സനമോൾ അറിയുന്നില്ല എന്ന് മാത്രം. നമുക്കതിന് സെക്യൂരിറ്റി ചെക്കിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബോർഡിംഗ് കോൾ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് പോവാണ്. ഇന്നത്തെ യാത്രാ ക്ഷീണമൊക്കെ കാരണമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഇത്ര സമയമായില്ലേ, സന ഉറക്കമായി. പിന്നെ എൻ്റെ ക്യാമറ ബാഗിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പോകുന്നത്, ഞാൻ പോലും അറിയാതെ. അപ്പോൾ അതിൽ ഇന്ന് എൻ്റെ അനക്കൊക്കെ കാരണമാണെന്ന് തോന്നുന്നു. സന അപ്പോഴത്തേക്ക് അങ്ങ് ഉണർന്നു. നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ കയറാനാവുന്നത്. സാധാരണ സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടും അങ്ങനെയൊക്കെ കാണുന്ന സനമോ ഇന്നായപ്പോഴത്തേക്ക് വെട്ടവും വെളിച്ചവും ആൾക്കാരും ബഹളവും ഒക്കെ കണ്ട് ആകെ എക്സൈറ്റഡ് ആയി കേട്ടോ. പിന്നെ സനമോളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും പ്രയോറിറ്റിയാണ്. ഇപ്പോൾ അങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ആൾ തന്നെ വിളിച്ചു നമ്മളങ്ങ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ഇത് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്, ഇപ്പോഴാണ് സാധിച്ചതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ സനമോടെ ഫസ്റ്റ് വിമാനയാത്രയാണ്. എല്ലാവരെയും സനമോളിങ്ങനെ തുറിച്ച് നോക്കുകയാണ്. ഓരോ കാര്യങ്ങളും കണ്ട് ആകെ എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. ആ ഇടയ്ക്കിടയ്ക്ക് ടാറ്റ ടാറ്റ എന്ന് പറയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലായി, ഇത് ഈ യാത്ര പോവാണെന്ന് മനസ്സിലായെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സനമോൾ എല്ലാവരും ഒരു കാഴ്ചയും വിടുന്നില്ല, എല്ലായിടത്തും എത്തി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പല നാളായിട്ട് പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു. പല കാരണങ്ങൾ കാരണം ഇങ്ങനെ മാറ്റി വയ്ക്കേണ്ടി വന്നു. ഇപ്പോഴാണ് അങ്ങനെ നടന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നതും ഫ്ലൈറ്റിൻ്റെ അകത്ത് എയർ ഹോസ്റ്റസിനെ കണ്ടു. ആളൊരു ചിരി പാസ്സാക്കിയിട്ട് നേരെ എന്നെ നോക്കി ഓക്കെ ആണോ എന്ന് അറിയാനായിട്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ സീറ്റ് നോക്കി പോവുകയാണ്. നമ്മൾ സീറ്റ് അങ്ങ് ഫ്രണ്ടിലാണ്. നമ്മൾ ശരിക്കും അവിടെ അനൗൺസ്മെൻറ്റ് നടത്തിയപ്പോൾ നമ്മൾ മാറി കേട്ട് ബാക്കിലത്തെ ഗേറ്റ് വഴി നമ്മൾ എൻട്രി ആയതാണ് പ്രശ്നം പറ്റിയത്. എന്തുവാണ് എന്ത് തരണം?
സീറ്റിലെ ഇൻസ്ട്രക്ഷൻസ് അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കൊടുക്കുമ്പോഴും സനമൊക്കെ തമാശയാണ്, ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പുറത്തുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ അമ്പരന്നിങ്ങനെ നിൽക്കൂല, എന്നിട്ട് എന്നെയും തട്ടി വിളിച്ചിട്ട് കാണിക്കും, എന്നിട്ട് പറയും ഹായ് ഹായ് എന്ന് പറയും. അപ്പം നമ്മൾ ഉയർന്നപ്പോൾ അതേ സ്പീഡിൽ തന്നെ ലാൻഡ് ചെയ്തു. കാര്യം 1 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അപ്പം സ്നാക്കൊക്കെ കഴിച്ചൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഈ ട്രിവാൻഡ്രം ബാംഗ്ലൂർ യാത്ര ഫ്ലൈറ്റ് വഴി എന്ന് പറയുന്നത് വളരെ സുഖകരമാണ് കേട്ടോ. ഇതിനു മുമ്പ് ബസ്സിലാണ് ഞാൻ പോയിട്ടുള്ളത്. ബസ്സിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോൾ ബസ് തിരിക്കും. അടുത്ത ദിവസം വെളുപ്പിന് 8 മണിക്കാണ് ബാംഗ്ലൂർ എത്തുന്നത്. ഇതാകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ 10 മിനിറ്റ് ഏകദേശം അത്ര സമയം എടുക്കുന്നുള്ളൂ. നമ്മൾ ബാംഗ്ലൂർ കാലുകുത്തുകയാണ്. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് നേരെ നമ്മൾ ഇനി ടെർമിനലിലേക്ക് പോവുകയാണ്. അതും നമ്മൾ ബസ് വഴി തന്നെയാണ് പോകുന്നത്. നല്ല അടിപൊളി വലിയ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ പണി നടക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. വളരെ വലിയ എയർപോർട്ടാണ് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക്. അപ്പം നമ്മളങ്ങനെ ടെർമിനലിലെത്തി. ഇനി നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യണം. പിന്നെ ലഗേജ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി വണ്ടി കയറി റിസോർട്ടിൻ്റെ അടുത്തേക്ക് പോകണം. കുറച്ച് അത്യാവശ്യം ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. പക്ഷേ സുൽത്താൻ അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഓൾറെഡി ക്യാബൊക്കെ ബുക്ക് ചെയ്ത് തന്നു. ഇനി ഈ ലഗേജ് കാത്തിക്കുന്നതായിരുന്നു ഒരു പണി. കുറേ നേരം നിന്നു അത് കിട്ടാനായിട്ട്. നമ്മുടെ ബാഗ് അവർ ലോഡ് ചെയ്യാൻ മറന്നോ? യെസ്, അങ്ങനെ നമ്മുടെ ബാഗ് എത്തിയിരിക്കുകയാണ്. ഇതന്നെയല്ലേ. അങ്ങനെ ലഗേജിൻ്റെ ഒക്കെ കിട്ടി. ഇനി ക്യാബിൻ്റെ വേണം കണ്ടുപിടിക്കേണ്ട. ബ്ലൂ സ്മാർട്ട് നമുക്ക് അവിടെയാണുള്ളത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഹായ്. അപ്പോൾ അങ്ങനെ ലഗേജ് എടുത്ത് ക്യാബിൽ വെക്കുകയാണ്. അധികം ലഗേജ് ഒന്നും ഇല്ല കേട്ടോ. ആകെ ഉള്ളത് ഒരു വലിയ പെട്ടി, ഒരു കൊച്ചു പെട്ടിയും. ഈ കൊച്ചു പെട്ടിയിലെന്ന് പറയുന്നത് ഫുൾ സനമോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ പെട്ടിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം സുൽത്താൻ പറഞ്ഞത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ അടുത്തുള്ളത് റിസ്വാൻ്റെ സ്ഥലമാണ്. അപ്പം റിസ്വാൻ്റെ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നമുക്കിനി നാളെ സുൽത്താനെ മീറ്റ് ചെയ്യാമെന്നാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അവൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അടിപൊളി വ്യൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ണടച്ച് ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഏതാ സ്ഥലമെന്ന് പോലും തിരിച്ചറിയില്ല. അത്രയ്ക്ക് അടിപൊളിയായും മനോഹരമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി നേരെ പറഞ്ഞ പോലെ തന്നെ റിസ്വാൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. റിസ്വാനും ഉറങ്ങിയിട്ടില്ല. അവരിടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് എവിടെ എത്തി എന്തായി എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ റിസ്വാൻ പറഞ്ഞ് റിസ്വാൻ അവിടെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കാൻ. കാര്യം അവന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എഴുന്നേക്കോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് അവൻ പറഞ്ഞ് ഇറങ്ങി നിൽക്കാം. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകാതെ കറക്റ്റ് അവിടെ എത്തും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിസ്വാൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സ്വപ്നം കാണുന്നു, സ്വപ്നം കാണുന്നു. ഇതാണല്ലേ ഈ കൊട്ടാരം. അതാണ് ഒരു കോമഡി പറ്റിയത്. വായിച്ചു നോക്ക്. ഹാപ്പി ബർത്ത്ഡേ സ്കൂട്ടർമാൻ ഓൺ താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ സ്കൂട്ടർമാൻ താങ്ക്സ്. വെജാ? പിന്നെ നിനക്ക് നോൺ വെജ് കേക്കാ? അതന്നെ ചിക്കൻ ചേർക്കാൻ ഞാൻ പറയാട്ടാ. എന്നെ പറഞ്ഞു തരായിരുന്നു. അത് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സ്കൂട്ടർമാൻ. Okay, you can eat for yourself. മൊത്തം അടിച്ചോണ്ട് പോയി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഇത്രയും നേരം ഉണർന്നിരുന്നു. എനിക്ക് സിനിമയൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇറങ്ങാം. ഇതിൽ നമ്മള് ഹാപ്പി ബർത്ത്ഡേ സ്കൂട്ടർമാൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മള് താങ്ക്സ് കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് അതും കൂടെ Please write this thing. ശനമോക്ക് മാത്രം കേക്കില്ല, ഉറങ്ങിപ്പോയി പാവം. ഹാപ്പി ബർത്ത്ഡേ. സനയാണ് തരേണ്ടിയിരുന്നത്, പക്ഷെ സന ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സനയുടെ ബിഹാഫ്.
എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. Is that bridge edible? Everyone else spicy. Cheese. Who got the